ഇന്ന് ലോകമാകെ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ ഞങ്ങൾ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആർത്തി കൊണ്ട മനുഷ്യൻ മണ്ണിനെയും മരങ്ങളെയും നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയപ്പോൾ വരും തലമുറയ്ക്ക് ജീവിക്കാനുള്ള അവസരവും അധികാരവും നിഷേധിക്കപ്പെടുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. അഥവാ ബോധപൂർവം അവരുടെ സ്വാർത്ഥ മനസ്സ് അതിനെ അംഗീകരിക്കുന്നില്ല. എന്നിട്ടും ചില തിരുത്തലുകൾക്ക് വേണ്ടി, പുനർചിന്തനത്തിനു വേണ്ടി ഞങ്ങൾ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നു. സാമൂഹ്യ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പിന്തുണ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിസ്ഥിതി ഉച്ചകോടി വിവിധ പരിപാടികളോടെ ഇവിടെ നടത്തപ്പെടുന്നു. ഇവിടെ നടക്കുന്ന ചർച്ചകളും അവതരണങ്ങളും സമൂഹത്തിന്റെയും അവരെ ഭരിക്കുന്ന അധികാരികളുടെയും കണ്ണുകൾ തുറപ്പിച്ചാൽ, അതുമല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവരെ ചിന്തിപ്പിച്ചാൽ ഞങ്ങൾ ധന്യരായി. ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA TN പ്രതാപൻ അവർകൾ ഒരു സമൂഹത്തിന് മുന്നിൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ആലോചനകൾക്കും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി നടന്നു വരുന്നത്. വിവിധ പ്രദേശങ്ങളിലായി വന്നിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഭാവിയെ സ്വപ്നം കണ്ട് ഈ മണ്ണും ഇവിടുത്തെ ജലവും ശുദ്ധവായുവും ജീവജാലങ്ങളും ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ചു തരണം, ഇത് ഞങ്ങൾക്ക് വേണ്ടി നിലനിർത്തി തരണം, ഇത് ഞങ്ങളുടെ ജീവനാണ്, ഇത് ഞങ്ങളുടെ പോറ്റമ്മയാണ് എന്ന് വിശ്വസിച്ച് ഈ മണ്ണും ഈ ജലവും നമ്മുടെ വായുവും ഞാൻ എന്റെ ജീവന് തുല്യം സംരക്ഷിക്കും. എന്റെ പെറ്റമ്മയെ പോലെയാണ് ഈ മണ്ണും പ്രകൃതിയും. ഈ മണ്ണിനെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്ന, കൊത്തിയെടുക്കാൻ വേണ്ടി വരുന്ന ഏത് രാക്ഷസന്മാരെയും ഞാൻ എന്റെ ഹൃദയായുധം കൊണ്ട് പ്രതിരോധിക്കും. അങ്ങനെ എനിക്കും എന്റെ അടുത്ത തലമുറകൾക്കും വേണ്ടിയുള്ള പ്രകൃതിയും ദൈവവും നൽകിയ ഈ സമ്പത്ത് ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, 1972 40 വർഷങ്ങൾക്ക് മുൻപ് ലോകം ഇതുപോലെ ഒരു ഉച്ചകോടി നടത്തിയിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങളെപ്പോലെ ഇങ്ങനെ പക്ഷികളെ കണ്ടും പക്ഷികളെ നോക്കിയും ഒക്കെ നടന്ന ഒരു കുട്ടി പിന്നീട് തൃശ്ശൂരിൽ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് പരിസ്ഥിതി എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ഈ മലിനീകരണത്തിൽ പങ്കാളികളാവുന്നു എന്നുള്ളതാണ് സത്യം. അവനവൻ ഒരു തുടക്കം. ഈ തുടക്കത്തിന് പങ്കാളികളായ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ മനുഷ്യന്റേതടക്കമുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമ്പോൾ ജൈവകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമായ ജലവും വായുവും മണ്ണും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. എന്റെ പേര് ജിസു ബാബു. ഞാൻ 8ാം ക്ലാസ് Aയിൽ പഠിക്കുന്നു. കേരളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നു. ഭൂമുഖത്തെ ഏറ്റവും പരിസ്ഥിതി പ്രധാനമായ പ്രദേശങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യം കുടികൊള്ളുന്നത് ഒരേ സമയം അത് ഏറെ പരിസ്ഥിതി സമ്പന്നവും അത്രത്തോളം പരിസ്ഥിതി ദുർബലവും ആണെന്നതിനാലാണ്. കലരുമ്പോഴാണ് വായുമലിനീകരണം സംഭവിക്കുന്നത്. പ്രാദേശിക താപനം നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അനസ്തേറ്റി, കൂത്തുപറമ്പ് EM UP സ്കൂൾ 7ാം തരം വിദ്യാർത്ഥിയാണ്. വായു, ജലം, മണ്ണ് എന്നിവ പരിസ്ഥിതിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. ജീവനുള്ളവയെ
നിലനിൽപ്പിനും വികാസത്തിനും ഭൗതികവും രാഷ്ട്രീയവും സാങ്കേതിക രംഗങ്ങളിൽ ദിനപ്രതി മുന്നേറ്റങ്ങൾ ഉണ്ടായ ജീവജാലങ്ങളെ കണ്ടെത്തുക എന്നത് ആവാസ വ്യവസ്ഥയ്ക്ക് വന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇന്റർനെറ്റിൽ കയറി തന്നെ ചിലപ്പോ എന്തൊക്കെ വിവരങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പിക് ആകുമ്പോൾ ഒഴുകിയെത്തുന്ന തോടുകളും ജലസമൃദ്ധി പകരുന്നു. ഈ പുഴയിലെ വെള്ളമാണ് കാനൂർ, പത്തായക്കുന്ന്, പാത്തിപ്പാലം, വള്ളിയായി, മൊകേരി, ചെണ്ടയാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പുഴയിൽ നരവൂർ തോട്ടിലെ വെള്ളം എത്തിച്ചേരുമ്പോഴേക്കും അത് തീർത്തും മലിനമായി തീരുകയാണ്. കാരണം നരവൂർ ഈ ഹരിതാഭമായ ഭൂമി അതുപോലെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എന്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കേണ്ടതെന്ന്, ഒപ്പം തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ ഓരോ പ്രദേശത്തും നിങ്ങൾ ഏതൊക്കെ പ്രദേശത്താണോ നിൽക്കുന്ന ആ പ്രദേശത്തുള്ള പൊതു പ്രശ്നങ്ങളെ നമ്മൾ കണ്ടെടുത്തുകൊണ്ട് അത് കണ്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെ ഇടപെടാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ ഒരു ഹരിത ബോധമുള്ള ഹരിത ചിന്തയുള്ള കൂത്തുപറമ്പ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ഉത്തരമേഖല വിദ്യാർത്ഥി പരിസ്ഥിതി ഉച്ചകോടിയിലെ ഈ നടക്കുന്ന ഈ സംഭവം ഇതൊരു പുതുമയാണ്, പുതിയ കാര്യമാണ്. നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മിനിസ്റ്റർ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ ശോഭിത മാസ്റ്റർ ഇവിടെയുണ്ട്, അതുപോലെ മറ്റ് മഹൽ വ്യക്തികൾ ഇവിടെയുണ്ട്. നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഇന്നിവിടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബോധം നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വരും തലമുറയുടെ ഒരു സന്ദേശവാഹകന്മാരായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വരുന്നൊരു തലമുറ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് പക്ഷേ ഇന്ന് കാണുന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അനിശ്ചിതത്വങ്ങളും